ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രം ചെയ്യുന്ന 3 കാര്യങ്ങളാണിത്. ആദ്യത്തെ എന്ന് പറയുന്നത്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി അവർ വരും. അൺഇൻവൈറ്റഡ് ആയിട്ട് കയറി വരും. അതിലുള്ള സ്വാതന്ത്ര്യം ഡെഫിനറ്റ്ലി അവർക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ കൂടെ നിൽക്കണം, ഞാനിപ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അൺഇൻവൈറ്റഡ് ആയിട്ട് കയറി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ ചുറ്റും ഇല്ലെങ്കിൽ പോലും നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഷായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് അയാൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അവരെന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യും. തേർഡ് വൺ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ആ മിസ്റ്റേക്ക് അവർ ഡെഫിനറ്റ്ലി ഫോർഗീവ് ചെയ്യും, പക്ഷേ ഒരിക്കൽ പോലും പിന്നീട് ആ ഒരു കാര്യം എടുത്തിട്ടില്ല. പക്ഷേ റിലേഷൻഷിപ്പുകളിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഗേൾസാണ്, പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു സാധനം വീണ്ടും എടുത്തിടും, എന്നിട്ട് ഇതിനെപ്പറ്റി പറയും. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് കഴിഞ്ഞതോടെ അത് കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ വീഡിയോയ്ക്ക് താഴെ മെൻഷൻ അടിക്കുക. അപ്പോൾ ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിനോട് ഡോണ്ട് ഫോർഗെറ്റ് ഫോളോ.